അതാ മനസ്സിലാക്കേണ്ടത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, قال النبي صلى الله عليه وسلم ما يصيب المسلم من نسب ولا وسب ولا هم ولا حزن ولا أذى ولا غم حتى الشوكة يشاكها إلا كفر الله بها من خطايا. ഓ മുസ്ലിമേ, ഓ വിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, മുസ്ലിമിനെ ബാധിക്കുന്ന ക്ഷീണം, അതേ രോഗം, അതേ സുബ്ഹാനല്ലാഹ് റസൂൽ എണ്ണുകയാണ്, നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദാ വലാ ഗമ്മിൻ. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, അതേ ക്ഷീണം, രോഗം, മനക്ലേശം, ദുഃഖം, ബുദ്ധിമുട്ട്, മനപ്രയാസം, ഇതെല്ലാം നബി തങ്ങൾ എണ്ണീട്ട് പറയുന്നു. എന്തിനധികം പറയുന്നു? മോനെ, നിന്റെ കാലിനൊരു മുള്ള് തറക്കുന്നത് വരെ, നിന്റെ കൈക്കൊരു മുള്ള് തറക്കുന്നത് വരെ, ഒരു സൂചി അതാ കുത്തുന്നത് വരെ നീ ക്ഷമിച്ചാൽ, നീ സഹിച്ചാൽ, സുബ്ഹാനല്ലാഹ്, നിശ്ചയം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് താദാ സയ്യിദുൽ മുർസലീൻ ഇമാമുൽ മുത്തഖീൻ ഖാതിമുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ. ആരെല്ലാം നിന്നെ അവഗണിച്ചോ, ആരെല്ലാം നിന്നെ അതാ പരിഗണിച്ചില്ലെങ്കിലും, ആരെല്ലാം നിന്നെ താഴ്ത്തിക്കെട്ടിയാലും, ആരെല്ലാം നിന്നെ മോശക്കാരനായി കണ്ടാലും നീ പേടിക്കണ്ട, നീ പ്രയാസപ്പെടണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നിന്റെ ദോഷം പൊറുക്കാൻ അത് കാരണമാകും കേട്ടോ. സുബ്ഹാനല്ലാഹ്. എന്നോട് ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് പറയാണ്, ഉസ്താദേ, ഞങ്ങൾക്ക് വല്ലാതെ വിഷമങ്ങൾ, കുടുംബത്തിന് മൊത്തം വിഷയങ്ങളാണ്, ഐക്യമില്ല, സ്നേഹമില്ല, സന്തോഷമില്ല, ഞങ്ങൾ വാപ്പയും മക്കളും ഐക്യത്തിലല്ല. വിവരങ്ങൾ ഞങ്ങളോട് പറയുന്നു, എന്നോട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. എന്തെല്ലാമാണ് കേൾക്കുന്നത്, എന്തെല്ലാമാണ് അറിയുന്നത്, എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാ, ഏക്കറക്കണക്കിന് സ്വത്തുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കില്ല. നിങ്ങൾ നോക്ക്, കരുണ പറ്റിപ്പോയി, കരുണ പറ്റിപ്പോയി. അതല്ലേ ഖുർആനിലുള്ള പറഞ്ഞത്, വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ, വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ. മോനെ, താങ്കളുടെ ചിറക്, മുഅ്മിനീങ്ങളുടെ ചിറക് താങ്കൾ താഴ്ത്തി കൊടുക്കുക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ചിറകുണ്ടല്ലോ, വിനയത്തിന്റെ ചിറക്, താഴ്മയുടെ ചിറക്, എളിമയുടെ ചിറക്, അത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. പാവപ്പെട്ടവൻ, നീ നല്ല ഡ്രസ്സ് ധരിക്കുമ്പോ, നീ നല്ല ഭക്ഷണം കഴിക്കുമ്പോ, നീ നല്ല കട്ടിലിൽ സുഖലോലുപതയിൽ കിടന്നുറങ്ങുമ്പോ, നിന്റെ വീട്ടിൽ നല്ല സുഖാഡംബര ജീവിതം നയിക്കുമ്പോ, പേടികത്തിണ്ണയിൽ കടന്നുറങ്ങുന്നവരുണ്ട്, സുബ്ഹാനല്ലാഹ്, ബസ് സ്റ്റാൻഡിൽ കടന്നുറങ്ങുന്നവരുണ്ട്. അതേ അതെ, ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, ഒരാളെയും നീ തട്ടണ്ട, ഒരാളെയും നീ നിസാരപ്പെടുത്തണ്ട. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അനാഥയെ റസൂലുള്ളാഹി അല്ലാഹു പറയാണ്, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അനാഥയെ താങ്കൾ അടിച്ചമർത്തരുത്. ഖുർആനിൽ മുത്തുനബിയോട് അല്ലാഹു പറയാണ്, ഇത് നമ്മളോടും കൂടിയാണ് പറയുന്നത്, നബി തങ്ങളോടുള്ള കൽപ്പനയാണ്. എന്താണ്? അതെ, അനാഥകളെ അടിച്ചമർത്തരുത്, യതീമ
മക്കളെ അടിച്ചമർത്തരുത്, യതീംഖാനെ പെട്ടി വലിച്ചെറിയരുത്, യതീംഖാനന്റെ പിരിവുകാർ വന്നാൽ മൈൻഡ് ചെയ്യാതിരിക്കരുത്. എന്നിട്ട് പറയുന്നു യാചകര് നമ്മളെ വീട്ടിലേക്ക് വരും. റമദാനാണല്ലേ വരാൻ പോകുന്നത്, റമദാൻ വരാൻ പോകുന്നു. എന്തു ചെയ്യണം? നമ്മൾ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കലിമത്തൻ തയ്യിബ, നല്ല വാക്ക് പറയുക. സുബ്ഹാനല്ലാഹ്, നല്ല വാക്ക് പറയണം. ഖുർആനിൽ അല്ലാഹ് പറയുന്നു ഫഅമ്മസ്സായില ഫലാ തൻഹർ, അപ്പോൾ യാചകനെ താങ്കൾ വിരട്ടുകയും അരുത്, യാചിച്ച് വരുന്നവരെ വിരട്ടരുത്. ഖുർആനിൽ അല്ലാഹ് പറയാണ് അടിയോടിക്കരുത്, ദേഷ്യം പിടിക്കരുത്. അതിലാരുണ്ടാകും? പാവപ്പെട്ടവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ പറയട്ടെ, അഗതികൾക്കും വിധവകൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന പോരാളികളെ പോലെയാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അസ്സാഴി അലൽ അർമിലത്തി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. അഗതികൾക്കും വിധവകൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന പോരാളികളെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ മഹല്ലിൽ പാവപ്പെട്ടവരില്ലേ, നമ്മുടെ കുടുംബത്തിൽ പാവപ്പെട്ടവരില്ലേ? സുബ്ഹാനല്ലാഹ്. അവരെ നോക്കാൻ ആളില്ല, അവരെ സംരക്ഷിക്കാൻ ആളില്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മഹല്ലത്തുകളെ പള്ളിയിലേക്കൊക്കെയും പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി അതേ കത്തുമായി വന്നാൽ, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി കത്തുമായി വന്നാൽ, അല്ലാ 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 അല്ലാ, ആ പള്ളിയിൽ ജോലി ചെയ്യുന്ന പള്ളിയുടെ കമ്മിറ്റിക്കാര് തന്നെ ആ കത്ത് വാങ്ങിയിട്ട് വായിച്ചിട്ട് പറയും, നിങ്ങൾ പുറത്തുനിന്ന് പിരിവെടുത്തോളി, എന്നിട്ട് 1000 1500 രൂപയോ 10 20 കൊടുത്തിട്ട് ഒരു പവൻ സ്വർണത്തിന് പണിക്കൂലി അടക്കം 67,000 രൂപ, 60,000 രൂപ വരുമ്പോ സുബ്ഹാനല്ലാഹ്, അതേ 1500 രൂപ പിരിച്ചു കൊടുക്കുന്ന ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് രക്ഷയില്ല. എല്ലാത്ത വേണ്ടാത്ത ആവശ്യങ്ങൾക്കൊക്കെയും നമ്മൾ 10,000 പിരിവെടുക്കുന്നു, 5,000 പിരിവെടുക്കുന്നു എങ്കിൽ ഒരു പാവപ്പെട്ട പൊതുവിശ്വാസി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഒരു വീടുണ്ടാക്കാൻ വേണ്ടി പിരിവിന് വന്നിട്ട് നമ്മുടെ പള്ളിയിൽ കയറിയിട്ട് യാചിക്കുമ്പോൾ എല്ലാ രേഖകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഒരു 800 900 രൂപ കൊടുത്തിട്ട് അയാളെ മനസ്സില്ല മനസ്സോടെ പറഞ്ഞയക്കുന്ന ലോകമേ, രക്ഷയില്ല, രക്ഷയില്ല, രക്ഷയില്ല. നിങ്ങൾ നോക്ക്, യതീമക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട്, യതീം കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് പാവപ്പെട്ട വിധവയായ പെണ്ണ് കമ്മിറ്റിക്കാരെ കാണുന്നു. ഈ ആഴ്ച വരുമ്പം പറയുന്നു അടുത്ത ആഴ്ച വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അടുത്ത ആഴ്ച വന്നാലോ ആ മഹല്ലിലെ പിരിവുകളൊക്കെ കഴിഞ്ഞ് അവസാനം പറയുന്നു ഒരു പാവപ്പെട്ട പെൺകുട്ടിയും കുട്ടിയെ കെട്ടിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഒരു സഹോദരി പുറത്തുണ്ട്, വല്ലതും കൊടുക്കണം. അല്ലാ അല്ലാ 10 5 20 കൊടുത്തിട്ട് ആ പാവപ്പെട്ട വിധവയായ പെണ്ണ് വെയിലും കൊണ്ട് പുറത്തു നിന്നിട്ട് അവസാനം 1000 രൂപ തികയാതെ നമ്മുടെ മഹലിൽ നിന്ന് കണ്ണീരോടെ പോകുമ്പോ അല്ലാ അല്ലാ രക്ഷപ്പെടുമോ? ഞാൻ രക്ഷപ്പെടുമോ? നിങ്ങൾ രക്ഷപ്പെടുമോ? കമ്മിറ്റിക്കാര് രക്ഷപ്പെടുമോ? അമ്പരച്ചുംബികളായ അതേ അമ്പരച്ചുംബികളായ അതേ കൊട്ടാര സമാനമായ പള്ളികൾ ഉണ്ടാക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ പള്ളിയുടെ വലിപ്പം
വലിപ്പം കണ്ടിട്ട് വന്നിട്ട് 5000 രൂപയെങ്കിലും പിരിച്ചു കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറല്ലെങ്കിൽ, ഓ മുഅ്മിനേ, ഓ വിശ്വാസികളെ, രക്ഷയില്ല, രക്ഷയില്ല. പാവപ്പെട്ടവരോട് ഓരം ചേർന്ന് നിൽക്കാതെ, പാവപ്പെട്ടവരോട് ഓരം ചേർന്ന് നിൽക്കാതെ, കൂട്ടുകൂടാതെ രക്ഷയില്ലല്ലോ.